കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് 2025 IPL സീസൺ അത്ര മികച്ചതായിരുന്നില്ല. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഇനി അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളായിരിക്കും കൊൽക്കത്ത ടീം മാനേജ്മെന്റ് നടത്തുക. ചില താരങ്ങളെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തക്ക് റിലീസ് ചെയ്യേണ്ടതായി വരും. അജിങ്ക്യ രഹാനെ, രഘുവംശി, വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ തുടങ്ങിയ ചില താരങ്ങൾ മികച്ച പ്രകടനങ്ങൾ നടത്തിയെങ്കിലും മറ്റു പല താരങ്ങളും പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല. അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കൊൽക്കത്ത ഒഴിവാക്കാൻ സാധ്യതയുള്ള ചില താരങ്ങളുണ്ട്. ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ താരം ഓസി സ്പെൻസർ ജോൺസൺ ആണ്. 4 മത്സരങ്ങളിൽ നിന്ന് 1 വിക്കറ്റ് മാത്രം നേടിയ താരത്തിന്റെ ഇക്കണോമി 12-നടുത്താണ്. വിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ പിന്നിലുള്ള താരം റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കുന്നില്ല. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത 133 താരത്തിന്റെ ബോളിംഗ് ശരാശരി. ഒരു വിദേശ താരത്തിന്റെ സ്ലോട്ട് വെറുതെ പാഴായി പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്പെൻസർ ജോൺസന് പകരം മറ്റൊരു താരത്തെ ടീമിലെത്തിക്കാൻ കൊൽക്കത്ത ശ്രമം നടത്തിയേക്കും. രണ്ടാമതായി കൊൽക്കത്ത പുറത്താക്കാൻ സാധ്യതയുള്ള താരം രമൺദീപ് സിംഗ് ആണ്. അവസരങ്ങൾ കിട്ടിയിട്ടും മുതലാക്കാൻ കഴിയാതിരുന്ന രമൺദീപ് സിംഗ് ആകെ 6 ഇന്നിംഗ്സുകളിൽ നിന്ന് നേടിയത് 34 റൺസ് മാത്രമാണ്. 8.5 എന്ന മോശം ശരാശരിയും 113.33 എന്ന ദുർബലമായ സ്ട്രൈക്ക് റേറ്റുമാണ് രമൺദീപ് സിംഗിനുള്ളത്. മധ്യനിരയിൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ രമൺദീപ് സിംഗിനേക്കാൾ മികച്ചൊരു ഇന്ത്യൻ മധ്യനിര ബാറ്ററെ സ്വന്തമാക്കാൻ കൊൽക്കത്ത ശ്രമിക്കും. മൂന്നാമതായി കൊൽക്കത്ത റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരം റഹ്മാനുല്ല ഗുർബാസ് ആണ്. ഓപ്പണിംഗ് റോളിൽ അവസരം ലഭിച്ച ഗുർബാസ് ടീമിനായി മികച്ച തുടക്കം നൽകുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു. 5 മത്സരങ്ങളിൽ നിന്ന് 74 റൺസ് മാത്രം നേടിയ ഗുർബാസ് ഒരു വിദേശ താരത്തിന്റെ സ്ലോട്ടിൽ നിലനിൽക്കുന്നത് കൊൽക്കത്തയെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. T20യിൽ പവർ പ്ലേ ഏറെ നിർണായകമായതിനാൽ കുറച്ചുകൂടി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന ഒരു ഓപ്പണറെ ആയിരിക്കും കൊൽക്കത്ത ഇനി തേടുന്നത്. ഇതോടെ ഗുർബാസിന് പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടും. കൊൽക്കത്തയിൽ നിന്ന് ഈ സീസൺ അവസാനത്തോടെ പുറത്താകാൻ സാധ്യതയുള്ള മറ്റൊരു താരം ഇംഗ്ലീഷ് ഓൾറൗണ്ടർ മോയിൻ അലിയാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റുകൾ വീഴ്ത്തിയ മോയിൻ അലി ബാറ്റിംഗിൽ കാര്യമായ സംഭാവനകളൊന്നും നൽകുന്നില്ല. 2 ഇന്നിംഗ്സുകളിൽ നിന്ന് 5 റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. അതുകൊണ്ട് തന്നെ മോയിൻ അലിക്ക് പകരം മറ്റൊരു താരത്തെ ടീമിലെത്തിക്കാൻ കൊൽക്കത്ത ശ്രമം നടത്തിയേക്കും. ടീമിനായി കൂടുതൽ സംഭാവനകൾ നൽകുന്ന മറ്റൊരു വിദേശ താരത്തെ ലക്ഷ്യമിടുന്നതാണ് മോയിൻ അലിയെ നിലനിർത്തുന്നതിനേക്കാൾ കൊൽക്കത്തൻ ടീമിന് ഗുണകരമായ കാര്യം. 5ാമതായി കൊൽക്കത്ത റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരം വെങ്കിടേഷ് അയ്യരാണ്. മുൻ സീസണുകളിൽ കൊൽക്കത്തയിലെ നിർണായക സാന്നിധ്യമായിരുന്നു വെങ്കിടേഷ് അയ്യർ. ഒരുപക്ഷെ ശ്രേയസ് അയ്യർക്ക് പിൻഗാമിയായി കൊൽക്കത്തയുടെ നായകനാകും എന്ന് പോലും വിലയിരുത്തപ്പെട്ട താരം. എന്നാൽ ഈ സീസണിൽ വെങ്കിടേഷ് അയ്യർ തന്റെ മുൻകാല പ്രകടനങ്ങളുടെ നിഴലിൽ ഒതുങ്ങുന്നതാണ് കണ്ടത്. 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 142 റൺസാണ് വെങ്കിടേഷ് അയ്യരുടെ സമ്പാദ്യം. മധ്യനിരയിൽ കൊൽക്കത്തയുടെ കരുത്തായി മാറുമെന്ന് കരുതിയ താരം ഏറെ നിരാശപ്പെടുത്തി. മാത്രമല്ല അംഗ്രിഷ് രഘുവംശിയെ പോലുള്ള താരങ്ങൾ കിട്ടിയ അവസരം മുതലാക്കി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 286 റൺസ് നേടിയ രഘുവംശി റൺവേട്ടയിൽ കൊൽക്കത്തൻ താരങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. വെങ്കിടേഷ് അയ്യരുടെ ബാറ്റിംഗ് പ്രകടനം ഈ സീസണിൽ കൊൽക്കത്തയെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വെങ്കിടേഷ് അയ്യരെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് കൊൽക്കത്ത ആലോചിച്ചേക്കും. ചുരുക്കത്തിൽ IPL താരലേലത്തിലൂടെ മികച്ച രീതിയിൽ ടീമിനെ സെറ്റാക്കുന്നതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ടീമാണ് കൊൽക്കത്ത. എന്നാൽ ഈ സീസണിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. മികച്ച പ്രകടനം നടത്തുമെന്ന് കൊൽക്കത്ത പ്രതീക്ഷിച്ച പല താരങ്ങളും നിരാശപ്പെടുത്തിയത് ടീമിന് തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ മോശം പ്രകടനം നടത്തിയ താരങ്ങളെ റിലീസ് ചെയ്ത് അടുത്ത സീസണിൽ മികച്ചൊരു ടീമിനെ സെറ്റാക്കി തിരിച്ചു വരാനായിരിക്കും കൊൽക്കത്തയുടെ ഇനിയുള്ള പരിശ്രമം.